അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന, നല്ല സമ്പത്തുണ്ടായിരുന്ന, നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന, കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ, അള്ളാഹുവിനോട് അത്രയും അടുത്തൊരു പ്രവാചകൻ. അദ്ദേഹത്തിനൊരു മാറാ രോഗം ബാധിക്കുന്നു, വലിയ രോഗം. അദ്ദേഹത്തിൻ്റെ ശരീരം പിന്നെ അത് ആ മുറിവുണ്ടായി, വലിയ പ്രയാസങ്ങൾ, രോഗം ഉണ്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പലരും അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു. ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അള്ളാഹുവെ, എനിക്ക് ഈ ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ ആണെങ്കിൽ കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ, കാരുണ്യവാനായ അള്ളാഹു എന്തുകൊണ്ടായിരിക്കും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രവാചകനെ പരീക്ഷിക്കുന്നത്? ഇത്ര വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അപ്പം അദ്ദേഹം ഈ പിന്നെ സംഭവം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ താൻ അനുഭവിക്കുന്ന ഈ ദുരിതം, ഈ പ്രയാസം അർഹമുർ റാഹിമീൻ്റെ റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ആ പ്രവാചകന്മാർ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞത് വൈന്നർ റജുല ല യുസീബുഹുൽ ബല, ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ അയാളെ ബാധിക്കും. എത്രത്തോളം എന്നാൽ ആ പരീക്ഷണങ്ങളുടെ കാഠിന്യം എത്രത്തോളാണോ, ഹത്ത യംഷിയ ഫിന്നാസി മാ അലൈഹി ഖത്തിയ, അയാൾ ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോകും, അയാൾക്കൊരു പാപവും ബാക്കിയില്ലാത്ത രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ പാപമുക്തരാക്കി മാറ്റാൻ ഈ പരീക്ഷണങ്ങൾ കൊണ്ട് സാധിക്കുന്നു.